അപ്പൊ വീട് പണി കാര്യമായിട്ട് തന്നെ നടക്കുന്നുണ്ട്. നമ്മളങ്ങനെ കോൺട്രാക്റ്റും കാര്യങ്ങളൊന്നും ഏൽപ്പിക്കാത്തതുകൊണ്ട് തന്നെ നമ്മളായിട്ട് വർക്കേഴ്സിനെ കണ്ടുപിടിച്ച് പണി നടത്തുന്നത് കൊണ്ടും മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ എത്തിച്ചു കൊടുക്കുന്നതുകൊണ്ടും ചെറുതായിട്ട് നല്ല രീതിക്ക് ഡിലേ വരുന്നു. പിന്നെ സൺഡേ പോലെ തന്നെ മൺഡേയും പലർക്കും വർക്കിംഗ് ഡേ അല്ലാത്തത് കൊണ്ട് വർക്ക് നടക്കാത്തതിന്റെ ബുദ്ധിമുട്ടും അതുപോലെ തന്നെ ക്ലൈമറ്റിന്റെ ഇഷ്യൂ നല്ലോണം. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നപ്പോഴാണ് ഇന്നും നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ വരുന്നുണ്ട്. കഴിഞ്ഞ കൊല്ലവും ഈ ആൾ വന്നപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തായിരുന്നു. അതെ, അങ്ങനെ ഞങ്ങളുടെ യൂണിറ്റിലെ മാതാവ് ഈ മാസം മുഴുവൻ ഞങ്ങളുടെ വീട്ടിലാണ് ഇരിക്കുന്നത്. ഇങ്ങനെ വരുമ്പോൾ വെറും കൈയോടെയാണ് വരുന്നതെന്നുണ്ടെങ്കിലും പോകുമ്പോൾ നമുക്ക് കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ തരാറുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ആൾ വന്നിരിക്കുന്നത്. പിന്നെ മീറ്റിംഗ് തുടങ്ങാൻ സമയമായിട്ടുണ്ട്. അപ്പൊ പ്രായമായ ആന്റിമാരൊക്കെയാണ് ആദ്യം വന്നത്. അപ്പൊ അമ്മേനോട് വിശേഷമൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഇത്ര ആൾക്കാരൊക്കെ വന്നല്ലേ, എന്നാ പിന്നെ ഒന്നിരുന്ന് കുറച്ചേക്കാന്നുള്ള ധാരണയിൽ മാത്രമാണ് വില കുറയ്ക്കുന്നത്. ഈയിടെയായിട്ട് ഭയങ്കര മടിച്ചായിട്ടാണ് വരുന്നത്. അങ്ങനെ പ്രാർത്ഥന തുടങ്ങി, സ്വാഗതം പറച്ചിലും ബൈബിൾ വായനയും ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ പള്ളിയിൽ അച്ഛൻ വന്നു, അതുപോലെ തന്നെ ഭാരവാഹികളൊക്കെ വന്നു. അങ്ങനെ ചർച്ചയും ചായ കൂടിയൊക്കെ മീറ്റിംഗ് അങ്ങ് അവസാനിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആളിത്തവണ വന്നിട്ട് നമുക്ക് കുറച്ച് ബ്ലെസ്സിങ്സ് ഒക്കെ തന്നിട്ടാണ് പോയത്. അപ്പൊ അതൊക്കെ നമുക്ക് വഴിയറിയാം.